ഈ അഹമ്മദിന്റെ മകൻ കല്യാണം കഴിച്ചത് ആരെയാണ്? ഒരു അമുസ്ലിമിനെയാണ്. ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന എന്റെ പ്രിയപ്പെട്ട അന്ത്യപ്രവാചകന്റെ മകൾ സൈനബ. സൈനബയുടെ ഭർത്താവിന്റെ പേര് അബുൽ ആസ്. ഈസ് നോട്ട് എ മുസ്ലിം. ബദർ യുദ്ധത്തിൽ മറുപക്ഷത്തിരുന്ന് പ്രവാചകനെതിരെ യുദ്ധം ചെയ്തു. അന്ന് രാത്രിയിൽ ഖദീജ ബീബി പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചു, പടച്ചവനെ, ആരാണ് അനാഥരാവുക? എന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടാൽ ഞാൻ അനാഥനാവും, എന്റെ കുട്ടികൾ അനാഥനാവും, എന്റെ പിതാവ് കൊല്ലപ്പെട്ടാൽ ഞാൻ അനാഥനാവും. പക്ഷേ അബുല്ലാസ് കൊല്ലപ്പെട്ടില്ല. അബുല്ലാസിനെ തടവുകാരനായി പിടിച്ചു, മദീനയിലേക്ക് കൊണ്ടുപോയി. തടവുകാരെ വിട്ടയക്കണമെങ്കിൽ മോചനദ്രവ്യം കൊടുക്കണം. സൈനബയുടെ കയ്യിലുള്ളത് ഒരു മാല മാത്രം, പ്രവാചകന്റെ മകൾ. ആ മാല ഒരാളുടെ കയ്യിൽ കൊടുത്തയച്ചു മദീനയിൽ. ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പോൾ മോചനദ്രവ്യങ്ങൾ ഒന്നുകിൽ അടിമയെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ മോചനദ്രവ്യം കൊടുക്കണം. അബുല്ലാസ് എന്ന പേര് വിളിച്ചപ്പോ സൈനബ റളിയല്ലാഹു അൻഹ കൊടുത്തയച്ച മാല പ്രവാചകന്റെ മുമ്പിലേക്ക് നീക്കിവെച്ചു. ആ മാല കണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞു പ്രവാചകൻ. മരണസമയത്ത് ആദ്യ ഭക്തി പ്രിയപ്പെട്ട ഖദീജ ബീവി മരണസമയത്ത് മകളുടെ കഴുത്തിൽ അണിയിച്ച മാലയാണ്. അബുല്ലാസ് മരണത്തിന് തൊട്ടു മുമ്പ് മുസ്ലിം ആയിട്ടുണ്ട്. പക്ഷേ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രവാചകന്റെ മകളുടെ ഭർത്താവ് അബുല്ലാസ് ഈസ് നോട്ട് എ മുസ്ലിം.